നമസ്കാരം. ആദ്യം പ്രാർത്ഥന. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓം സഹനാവതു സഹനമുനക്തോ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവിധമസ്ത. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകണ്ടിട്ട് വയ്ക്കാം. ശ്വാസം വിട്ട് നിർത്തി നിർത്തുന്നു. ശ്വാസം എടുത്തുന്ന പറഞ്ഞാൽ കൈ കൂട്ടിട്ടില്ല. കൈ കണ്ണിന്റെ മുകളിൽ വെക്കണം. കൈ മതുക്കൊന്ന് തലോടിയിട്ട് കണ്ണു തുറക്കാം. ഈ രണ്ട് മൂക്കിടെയും നന്നായി ശ്വാസം എടുക്കാം. ഇല്ലാമ നന്നായി ശ്വാസം എടുക്കണം. മൂക്കടയ്ക്കാം. പതുക്കെ ശ്വാസം ഇല്ല. കയ്യിൽ എങ്ങനെ റൗണ്ട് ചെയ്ത് പോകണം. നിലത്ത് തുറക്കണം. ഇനി ആദ്യം എടുക്കാം. പിടിക്കുക. നേരം പിടിക്കുക. ഇനി നിങ്ങള് 3 സാധാരണ ഇതാണ്. 4 5 6 7 8 7 6 5 4 3 2 1. രണ്ടു മൂക്കിന്റെയും ശ്വാസങ്ങളിലേക്ക് എടുക്കാം. 1 2 പതുക്കെ വിടും. 3 4 5 6 7 8. മതി. ഇനി നമുക്ക് നെക്രോട്ടേഷൻ. താടികഴുത്തിൽ കൂടിയ തല പിന്നിൽ കണ്ണുതാർന്നു കൂടിയ വായടച്ചു പിടിക്കുക. ഇത് പതുക്കെ ചെയ്താൽ 1 2 തല പിന്നിൽ മുടി. 3 4 5 6 7 8. റെസ്റ്റ്. ചെവി ഷോൾഡർ പിടിക്കുക. 1 2 3 4 5 6 7 8. ഇത് നോക്കാം. 1 2 3 4 5 6 7 8. ഈ ഫുള്ളായിട്ട് കാണുന്നില്ല. കണ്ണുതാർന്ന് കൊടുക്കണം കേട്ടോ. വായ അടുത്തുണ്ട്. 1 ശ്വാസമില്ല. 2 ശ്വാസമില്ല. 3 4 5 6 7 8. റെസ്റ്റ്. തിരിച്ച് റൗണ്ട് ചെയ്യണം. 1 ശ്വാസമില്ല. 2 ശ്വാസമില്ല. 3 4 5 6 7 8. റെസ്റ്റ്. മതി. നമുക്ക് കണ്ണിന്റെ കണ്ണടയ്ക്കാം. കണ്ണ് തുറക്കാം. മൂക്കിന്റെ മുമ്പിൽ നോക്കാം. രണ്ട് കണ്ണുണ്ട്. മൂക്കിന്റെ മുമ്പിൽ നോക്കാം. കണ്ണടയ്ക്കാം. കണ്ണ് തുറക്കാം. മൂക്കിന്റെ മുമ്പിൽ നോക്കാം. കണ്ണടയ്ക്കാം. കണ്ണ് തുറക്കാം. രണ്ട് കണ്ണുണ്ട്. മൂക്കിന്റെ മുമ്പിൽ നോക്കാം. കണ്ണടയ്ക്കാം.
കണ്ണ് തുറക്കുക, മൂക്കിന്റെ വൃത്തി നോക്കുക. കണ്ണ് തുറക്കുക, മൂക്കിന്റെ വൃത്തി നോക്കുക. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക, ബ്രഹ്മത്തിന്റെ കൂടെ നോക്കുക. രണ്ട് കണ്ണിന്റെ സ്ഥാനം നെറ്റിയുടെ സെന്ററിൽ, അവിടെ ആജ്ഞാചക്രം. ഇവിടുന്ന് നേരെ നോക്കുക. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക, ബ്രഹ്മത്തിന്റെ കൂടെ നോക്കുക. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക, ബ്രഹ്മത്തിന്റെ കൂടെ നോക്കുക. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക, ബ്രഹ്മത്തിന്റെ കൂടെ നോക്കുക. ഇത് കണ്ണിന്റെ സ്ഥാനം നെറ്റിയുടെ സെന്ററിൽ, എന്നിട്ട് അവിടെ നിന്ന് നോക്കാം. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കണം, രണ്ട് കണ്ണിന്റെ സ്ഥാനം നെറ്റിയുടെ സെന്ററിൽ, എന്നിട്ട് ഇവിടുന്ന് നോക്കാം. നേരെ കണ്ണടയ്ക്കുക. ഇനി കണ്ണ് തുറക്കുക. രണ്ട് കണ്ണുണ്ടോ അകലേക്ക് ഒരു പാൻറ്റി നോക്കാം. കൺപോള അനങ്ങാൻ പാടില്ല. രണ്ട് കണ്ണുണ്ടോ അകലെ ഒരു പാൻറ്റി നോക്കാം. കൺപോള അനങ്ങാൻ പാടില്ല. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക, അകലെ ഒരു പോയിന്റിലേക്ക് നോക്കാം. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക, അകലെ ഒരു പോയിന്റിലേക്ക് നോക്കാം. കൺപോള അനങ്ങാൻ പാടില്ല. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക, അകലെ ഒരു പോയിന്റിലേക്ക് നോക്കാം. കണ്ണടയ്ക്കുക. നീ കണ്ണ് തുറക്കുക. നീ മുകളിലേക്ക് നോക്കാം, താഴ്ത്തി നോക്കാം. മുഖം അനങ്ങാൻ പാടില്ല കേട്ടാ. വൺ, മുകളിലേക്ക് നോക്കാം. ടു, താഴ്ത്തി. ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്. കണ്ണടയ്ക്കുക. നീ കണ്ണ് തുറക്കുക. നീ അടുത്തോട്ട് വലത്ത്. വൺ, അടുത്ത പാതി നോക്കാം. ടു, വലത്തെ പാതി. ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്. കണ്ണടക്കുക. ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. കണ്ണ് തുറക്കുക. കയ്യിൽ ഇങ്ങനെ മുകളിലത്തെ കൈ പിടിച്ചു നഖത്ത് പിടിച്ച് നോക്കുക. വൺ, താഴത്തെ നഖത്ത്. ടു, ത്രീ, ഫോർ, ഫൈവ്, മുകളിൽ. സിക്സ്, താഴ്ത്തി. സെവൻ, എയ്റ്റ്. കൈ മാറ്റി വയ്ക്കുക. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. അകത്തുമ്പിലേക്ക് നോക്കണം കേട്ടോ. സെവൻ, എയ്റ്റ്. കണ്ണടയ്ക്കുക. ഇനി കണ്ണ് നോക്കുക. കയ്യിൽ ഇങ്ങനെ പിടിക്കണം. വൺ, രണ്ട് അകത്തുമ്പിലേക്ക് നോക്കാം. ടു, ത്രീ, രണ്ട് അകത്തുമ്പിലേക്ക് നോക്കണം കേട്ടോ. ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്. കണ്ണടയ്ക്കുക. നീ കണ്ണ് തുറക്കുക. നീ റൗണ്ടിൽ നോക്കണം. ആദ്യം താഴത്തേക്ക്, പിന്നെ സൈഡിലേക്ക്, പിന്നെ മുകളിലേക്ക്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ,
8 തിരിച്ച് റൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 കണ്ണടയ്ക്കുക. വിരലുകൊണ്ട് അമർത്തി അടയ്ക്കുക. കണ്ണ് അമർത്തി അടയ്ക്കുക, തുറക്കുക, അമർത്തി അടയ്ക്കുക, തുറക്കുക, അമർത്തി അടയ്ക്കുക, തുറക്കുക, അമർത്തി അടയ്ക്കുക, തുറക്കുക. ഇനി പിരികത്തിന്റെ അവിടെ ചൂണ്ടുവരല് വയ്ക്കുക. ചൂണ്ടുവരല് പരികത്തിന്റെ നടുവില് മസാജിങ് ചെയ്യാം. ഇവിടുത്തെ ചെറിയ ചെറിയ നാടികൾ അവിടെ മസാജിങ് ചെയ്യണം. ഉത്തേജനം കിട്ടാൻ വേണ്ടി ഗാരമാർമ്മങ്ങളാണ്. കണ്ണിന്റെ പുറത്ത് ചെറുതായിട്ടൊരു പ്രസ് കൊടുക്കുക. ഈ താഴ്ത്ത് ഉള്ളില് ഇവിടെ മൂക്കിന്റെ അവിടെ ഒന്നുകൂടെ തെളിക്കുക, തുറക്കുക, തെളിക്കുക, തുറക്കുക. ഈ കൈ ഒന്ന് കൂട്ടിട്ടിരുന്നു കണ്ണിന്റെ മുകളിലേക്ക് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കമ്പനി. ഇതിവിടെ കൈപ്പറിച്ച് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് റൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8. ഇനി തിരിച്ച് 1 2 3 4 5 6 7 8. കൈ ഒന്ന് നോട്ടിച്ചിരുമ്പോ കണ്ണിന്റെ മുകളിലേക്ക് പതുക്കെ കണ്ണടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക. അതിന്റെ വരുമ്പോഴേക്ക് നോക്കുകയാണോ. നമസ്തേ. അപ്പൊ ഇനി നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള മതി ഓയിൽ പുള്ളിങ് നല്ലതാണ് കേട്ടോ. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല. നമ്മള് എള്ളിന്റെ എണ്ണ, നല്ലെണ്ണയില്ല, എള്ളിന്റെ എണ്ണ ആ എണ്ണ, അല്ലെങ്കിൽ തന്നെ നല്ല വെളിച്ചെണ്ണ, അതൊരു സ്പൂണ് വായിലെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുലുക്കിച്ച് ഒരു 10 മിനിറ്റ്, 5 മിനിറ്റിനുള്ള 10 മിനിറ്റ് ആക്കുക. പിന്നെ അത് കൂടുതൽ സമയമാക്കണം. അപ്പൊ അത് പാല് നൽകി പുറത്തേക്ക് പോകണം. അത് ഇങ്ങനെ കുലുക്കിയതാകുമ്പോ പാല് നൽകി പുറത്തേക്ക്. അപ്പൊ നമ്മുടെ തൊണ്ടിന്റെ ഭാഗം എല്ലാം ക്ലീൻ ആവും. പിന്നെ അതുപോലെ നമ്മള് പൊടി അല്ലെങ്കിൽ കയ്യിന്റെ വെറുതെ വെച്ചിട്ട് ഉണ്ടാക്കല് ചെറുനാവിന്റെ അവിടെ സോഫ്റ്റ് സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ മസാജ് ചെയ്യാം. അപ്പൊ നമുക്ക് വല്ലതും കഴിക്കേണ്ടത് കഞ്ചു പോവും. അല്ലെങ്കിൽ കുറച്ചു നേരം അവിടുന്ന് ഈ കമ്പായിട്ട് വരും. അപ്പൊ നമ്മുടെ നെറ്റിയുടെ അവിടെയും ഇവിടേക്കുള്ള ആദ്യത്തിൽ പുറത്തേക്ക് പോകും. മൈഗ്രൈൻ്റെയും തലവേദന മാറാൻ നല്ലതാണ്. അതെല്ലാം ഒരു ശീലമാക്കി മാറ്റണം നമ്മള്. സ്ഥിരമാക്കി അത് കഴിഞ്ഞ് പിന്നെ കുളിക്കുന്ന സമയത്താണ് പറ്റുമ്പോ ഇങ്ങനെ ഒരു 10 വട്ടം എടുക്കുക. 10 വട്ടം ഇങ്ങനെ പിന്നെ ഒരു 6 വട്ടം ഇങ്ങനെ എടുക്കുക. തിരിച്ചു വെക്കുക മസാജ്. അതുപോലെ പുറത്ത് തലയുടെ പുറത്ത് ഇടുക. എന്നിട്ട് പിന്നെ ഒരു 6 വട്ടം ഇങ്ങനെ. അതുപോലെ എണ്ണ എടുത്തിട്ട് സൈഡ് 10 വട്ടം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 6 വട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, മസാജിങ് ചെയ്യുക. തലമുടി വളരാൻ മാത്രമല്ല, നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് കൂടിയാണ് ചെയ്യുന്നത് മസാജിങ് കാര്യം. പിന്നെ നമ്മള് വാട്ടർഫോൾ മെഡിറ്റേഷൻ നമ്മൾ അടുത്ത ചെയ്യുന്നതല്ല, ശരീരങ്ങളെ കാറ്റ് വരത്തിവിടും. അത് ബ്ലഡ് പ്രഷർ നോർമലാവാനൊക്കെ നല്ലതാണ്. 30 പ്രാവശ്യം ഇത് അടച്ചു. പിന്നെ നമ്മള് ചെയ്യുന്നത് എന്താ ഒരു കാര്യമില്ല, ബ്രഹ്മരി പ്രാണായാമം. അങ്ങനെ വിളിക്കുക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെവിയടയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് ചെവിയുടെ ഇതിലേക്ക് നല്ലതാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി വാങ്ങുന്നത് കൈ നിർത്തുന്നില്ല. കൈയുടെ വെല്ല് മടക്കാം. 1 2 3 4 5 6 7 8. കൈവെല്ലിൽ നിന്ന് നിർത്തണം. മുട്ട് മടങ്ങാൻ പാടില്ല കേട്ടോ. ഇത്താക്ക 2 3 4 5 6 7 8. ഈ തളവരുമ്പോ 4 പേര് ഇങ്ങനെ മടക്കുന്നു. നിർത്തി പിടിക്കാം. 1 2 3 4 5 6 7 8. തിരിച്ചു 1 2 3 4 5 6 7 8. കൈ മടക്കാം. മടക്കുമ്പോ വേഗം മടക്കണം. 1 നിർത്തുമ്പോ വേഗം 2 3 4
5, 6, 7, 8. കൈപ്പത്തി പുറത്ത് തുടങ്ങണം. 1, 2, 3, 4, 5, 6, 7, 8. കൈ മടക്കി പിടിക്കുക. അപ്പൊ മുട്ടിങ്ങനെ മുട്ടിക്കുക. 1, മുട്ടിക്കണം. 2, 3, 4, 5, 6, 7, 8. ഇനി തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ നിർത്തി പിടിക്കുക. ചെറിയ വട്ടം ഇവിടെ തിരിയാൻ വേണ്ടിയിട്ടാണ്. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ കാലിൽ കൊണ്ടുപോയില്ല. ഷോൾഡർ പൊന്തിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. കൈ മുകളിലേക്ക് അറിയാ അടിച്ചു വലിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. പിന്നിലേക്ക് തിരിയണം. കൈ ക്രോസ് ചെയ്ത് പിടിക്കുക. കുറച്ച് സ്പീഡ് ഇങ്ങനെ കൂടി വരും. 1, പിന്നിലേക്ക് തിരിയുക. വലിയണം. ഇവിടെ വലിയണം. സൈഡ് 2, 3, 4, 5. പിന്നിലേക്ക് നോക്കുക. 6, 7, 8. ഈ കൈ തിരിഞ്ഞ പിടിക്കുക. കൈന്റെ മുട്ടുമ്പിലേക്ക് നോക്കിയിട്ട് പിന്നെ എനിക്ക് ചെയ്യണം. മുട്ടുമ്പിലേക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1, 1, 2, 3, 4, 5, 6, 7, 8. കൈ പിന്നിൽ വയ്ക്കണം. ശ്വാസം നെറ്റി നിലത്ത് പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കാലിൽ നിർത്തി. കാലിൽ നനക്കാറുണ്ട്. കാലിന്റെ വേണ്ടിൽ മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കാലിന്റെ പാദം മുമ്പിലേക്ക് തള്ളുക. 1, മുമ്പിലേക്കാണ് തള്ളുക. 2, പിന്നിൽ. 3, 4, 5, 6, 7, 8. കാലിന്റെ ആംഗിൾ തിരിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. കൈ കാലിന്റെ അടിയിൽ വയ്ക്കുക. കാല് ചുറ്റി കൊണ്ടിട്ട് കാല് മുമ്പിൽ തള്ളി പിടിക്കും. അപ്പൊ അതാണ് കാലിന്റെ മുട്ടിന്റെ അവിടെ ഒരു ഇത് വരാൻ വേണ്ടി അവിടുത്തെ ബ്ലഡ് സെപ്പറേറ്റ് നാടികളൊക്കെ ഇന്ന് വലിയണം. 2, 3, 4. കൈകൊണ്ട് പൊന്തിക്കില്ല. കാലിൽ പൊന്തിക്കുക. കാലിന്റെ ചുറ്റി പൊന്തിക്കുക. എന്നിട്ട് കാലിന്റെ വേരിലും മുമ്പിലേക്ക് തള്ളുക. 5, 6, 7, 8. കാല് കുറച്ചാക്കില്ല. കാല് വെറുതെ അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ അനക്കുക. രണ്ട് ഭാഗത്തേക്ക് അനക്കുക. ഇത് കുറച്ചും കൂടെ ഇറക്കിയിരിക്കുക. ഈ തള്ളവേലിൽ നിന്നിട്ട് പിടിക്കുക. മുട്ടിലേക്ക് കാല് കുറച്ചും കൂടെ ഇറക്കിയിരിക്കുക. 2, 3, 4, 5, 6, 7, 8. ഇനി കാല് കാലിന്റെ മുട്ട് മടങ്ങാൻ പാടില്ല. കാലിന്റെ വേരിൽ പിടിക്കാൻ പറ്റിയെങ്കിൽ പിടിക്കുക. ഇവിടെ വരെ പിടിക്കാൻ പറ്റിയെങ്കിൽ ഇവിടെ വരെ പിടിച്ചാൽ മതി. മുട്ട് മടങ്ങാൻ വേണ്ട. ഇവിടെ നല്ലൊരു ടൈറ്റ് ആവും. 1, 2, 3, 4. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മുട്ടിക്കാൻ നോക്കിയാൽ മതി. 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8. ഈ രണ്ട് കാലിന്റെ മേലും പിടിക്കുക. നെറ്റിനടുത്ത് പിടിക്കാൻ നോക്കുക. 1, 2, 3, 4. ഇവിടുന്ന് ഹിപ്പിന്റെ അവിടെ പറയാൻ കേട്ടാ. ചെസ്റ്റ് മാത്രം വളർന്നിട്ട് കാര്യമില്ല. ഇവിടുന്ന് പറയാൻ 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7, 8. ഈ ചക്ചാലാസന അടിയാട്ടമാര് ഇപ്പോഴും കാലിന്റെ മുട്ടും കൈന്റെ മുട്ട് അനങ്ങാൻ പാടില്ല. ഇതിങ്ങനെ 1. ഇതിന് കണ്ണെടുത്ത ഇത് പിന്നിലേക്ക് ഒന്ന് എടുക്കുക. 2, 3, 4, 5, 6, 7,
8 റെസ്റ്റ്. ഇനി തിരിച്ചു നമ്മുടെ ഈ അരഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 2 3 4 5 6 7 8 റെസ്റ്റ്. കാലടിച്ചേക്കണം. ഇനി ഒരു കാലം മടക്കുക. മടക്കി ഇങ്ങനെ പിടിക്കണം. 2 നിർത്തി പിടിക്കുക. 3 4 5 6 7 8 8 7 6 5 4 3 2 1. രണ്ട് കാര്യം മടക്കണം. 1 2 3 4 5 6 7 8. ഇനി അടക്കം എടുക്കുക. നിലത്ത് കിടക്കണം. 2 മിനിറ്റ് റെസ്റ്റ്. കാല് കുറച്ചാലേക്ക് കൈ കുറച്ചാലേക്ക്. തലനക്ക് അടുപ്പിച്ച് വയ്ക്കുക. കൈയണക്ക് അടുപ്പിച്ച് വയ്ക്കുക. കൈ തലയുടെ പിന്നിലേക്ക് തള്ളുക. കാലടിയിലേക്ക് തള്ളുക. സ്ട്രെച്ച് വലിക്കുക. കൈ പിന്നിലേക്ക് കാലടിക്കുക. സ്ട്രെച്ച് ഒന്നുകൂടെ വലിക്കുക. കാലടിക്ക് വലിക്കുക. കൈ പിന്നിലേക്ക് വലിക്കുക. കൈ മുമ്പിലേക്ക് തന്നെ വലിക്കുക. ഇനി വലത്തെ ഭാഗത്തിൽ ചെരിഞ്ഞ് കൈ കുത്തി എനിക്കുക. വലത്തോട്ട് ചെരിഞ്ഞ് കൈ കുത്തി എനിക്കുക. ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യണം. കാല് മടക്കുക, നിർത്തുക. വായി മടക്കുമ്പോ മുട്ടുകൾ ആക്കുക. 2 3 4 5 6 7 8. ഇനി വലത്തെ കാല് മടക്കുക. 1 2 3 4 5 6 7 8 റെസ്റ്റ്. അടുത്ത കാല് പിന്നിലേക്ക് മടക്കിയേക്കണം. വലത്തെ കാലിന് പിടി ഇവിടെ നടുവെക്കുമ്പോ ഒരാളാർത്ഥം ചേർത്ത് വെക്കും. രണ്ട് കൈ കാലിന്റെ കുട്ടുമ്പോ കമത്തി വയ്ക്കുക. നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. അടിവാറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. സ്വാധിഷ്ഠാന ചക്രം. 1 ശ്വാസം എടുക്കുക. 2 പതുക്കെ ശ്വാസം വിടുക. 3 4 5 6 7 8. മതി. കണ്ണു തുറക്കുക. കാലിൽ നിർത്തി. കാലെന്നാ ഒന്നുകൂടി കാല് മടക്കുക. നിർത്തുക. 1 എന്നിട്ട് കുട്ടുക. 2 3 4 5 6 7 8. ഇനി വലത്തെ കാല്. 1 2 3 4 5 6 7 8. വലത്തെ കാല് പിന്നിലേക്ക് ഇങ്ങനെ മടക്കുക. അടുത്ത കാലിൽ കുട്ടിയോടെ പൊട്ടിച്ച് വയ്ക്കുക. മാക്സിമം പൊട്ടിക്കാൻ പറ്റുള്ളൂ. കൈ കമത്തി വയ്ക്കുക. നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. അടിവാറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. സ്വാധിഷ്ഠാന ചക്രം. 1 2 പതുക്കെ ശ്വാസം വിടുക. 3 4 5 6 7 8. കണ്ണു തുറക്കുക. കാലിൽ നിർത്തി. നമുക്ക് ഒരു ഭാഗത്തേക്ക് ഇരിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അതിലെല്ലാ ആസനങ്ങളും ഈ സൈഡ് നമുക്ക് കുറച്ച് കാലുകളുടെ കാലിൽ മടക്കി മുട്ട് ബന്ധിക്കാത്ത ആൾക്കാർ. 1 2 3 4 5 6 7 8. ഒന്നിച്ചിടുക. 1 2
ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. കൈ കൊണ്ട് കാലിന്റെ മുട്ടമർത്തുക. കാലിന്റെ മുട്ട് നിർത്തിക്കാൻ മറക്കുക. തല ഒന്നുകൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക. കൈയിന്റെ മുട്ട കൊണ്ട് കാലിന്റെ മുട്ട മറക്കുക. നെറ്റി കാലിന് വരുമ്പോ പിടിക്കാൻ നോക്കുക. അപ്പൊ കംപ്ലീറ്റ് ശ്വാസം വിടുക. വൺ, ശ്വാസം വിടുക. ടു, കണ്ണ് തുറന്നു വിട്ടോ. ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്. കാലിന് നിർത്തിയിരിക്കും. കാലിൽ നിന്ന് എടുക്കുക. ഇനി അടക്കം എടുക്കുക. നിലത്തേക്ക് എടുക്കണം. ആരടിച്ചേക്ക് നമുക്ക് നവദാസനം ചെയ്യാം. 5 മാതിരി വാഴ കൈ പിന്നി. ടു, 5 മാറ്റി. 3, 4, 1 കൈ പിന്നിലേക്ക്. 2 കാല് പൊന്തിക്കുക. കൈ ഇങ്ങനെ ചൂണ്ടി കാണിക്കുക. 5 മാതിരി വളർന്നു നിൽക്കുക. 3, 4, 1, 2 5 മാറ്റി വെക്കണം. കുറച്ച് 3, 4, 1 കാല് മടക്കി വയ്ക്കുക. മർക്കടാസനം. കൈ സൈഡിലേക്ക് വയ്ക്കുക. കാലടുത്ത ഭാഗത്ത് മുട്ടിക്കണം. അപ്പൊ വലത്തെ കൈക്ക് നോക്കാം. 1 കാലടുത്ത ഭാഗത്ത് മുട്ടിക്കുക. അപ്പൊ വലത്തെ കൈക്ക് നോക്കാം. 2, 3 ഇടത്ത കൈക്ക് നോക്കാം. 4, 5 കൈപ്പത്തിയിലേക്ക് നോക്കാം. 6, 7, 8, 7, 6, 5, 4, 3, 2, 1 പ്രസ്. കാലിൽ നിർത്തി. ഇത് നമുക്ക് സഹജബന്ധാസനം. കാലി മടക്കിയിരിക്കുക. 1, 2 അരഭാഗം വന്നിച്ച് അടിയിൽ നിന്ന് താങ്ങ് കൊടുക്കുക. അടിയിൽ നിന്ന് താങ്ങ് കൊടുക്കണം. സപ്പോർട്ട് കൊടുക്കുക. 3, 4, 1 കാല് മടക്കുക. 2, 3, 4, 1 കാല് മടക്കി വയ്ക്കുക. 2 അരഭാഗം വന്നിച്ച് അടിയിൽ നിന്ന് താങ്ങ് കൊടുക്കുക. 3, 4 പ്രസ്. റിലാക്സ്. ഇനി വലത്തെടുത്ത് കമഴ്ന്ന് നടക്കണം. വലത്തെ വാദ്യത്തിൽ കമഴ്ന്ന് എടുക്കുക. കൈ സൈഡിൽ വയ്ക്കുക. ഓരോ കാലും മടക്കുക നിർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1 രണ്ട് കാലും മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8 കൈ മുമ്പിൽ വെക്കുക. നെറ്റി പൊന്തിക്കുക. താടി പൊന്തിക്കുക. ചെസ്റ്റ് പൊന്തിക്കുക. 1 മുകളിലേക്ക് നോക്കി ശ്വാസം എടുത്ത് വിടുക. മുകളിലേക്ക് നോക്കുക. ശ്വാസം എടുക്കുക. വിടുക. ശ്വാസം എടുത്ത് വിടുക. 2 നെറ്റി പൊന്തുക. താടി പൊന്തുക. ചെസ്റ്റ് പൊന്തുക. പൂക്കൾ കൂടി വേഗം അങ്ങനെ ഭാഗം വന്നാൽ പാടില്ല. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക. വിടുക. ഷോൾഡർ ഒന്ന് താഴ്ത്തി പിടിക്കാം. ഷോൾഡർ ഒന്ന് താഴ്ത്തി പിടിക്കാം. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക. വിടുക. കൈ പകുതി നീർന്നാൽ മതി. കൈ ഫുള്ള് നീരാൻ പാടില്ല. ഓ കാലടിച്ച് വയ്ക്കണം. 5 കാല് മുട്ടിച്ച് വയ്ക്കുക. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക. വിടുക. ശ്വാസം എടുക്കുക. വിടുക. 6, 7 മുകളിലേക്ക് നോക്കണം. ശ്വാസം എടുക്കുക. വിടുക. ശ്വാസം എടുക്കുക. വിടുക. 8 റെസ്റ്റ്. കൈ പിന്നിലേക്ക് വെക്കുക. ഇനി തന്നെ ഒരു ആസനം. 1 കാല് മടക്കുക. 2 കാലിന്റെ മുകളിൽ പിടിക്കുക. 3 കാല് മുകളിലേക്ക് പിടിച്ച് വലിക്കുക. മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കുക. 4, 1 കാല് മടക്കുക. 2 കാലിന്റെ മുകളിൽ പിടിക്കുക. 3 മുകളിലേക്ക് നോക്കുക. 4, 1, 2, 3 മുകളിലേക്ക് നോക്കണം. 4, 1 കാല് മടക്കി പിടിക്കുക. 2 ആംഗിളിൽ പിടിക്കുക. 3 മുകളിലേക്ക് നോക്കണം. 4 കാല് കുറച്ചകത്തേക്ക്. കൈ മുമ്പിൽ. തടി മൂത്തിരിക്കുക. മകരാസനം. തടി മൂത്തിരിക്കുക. കണ്ണടച്ച് കിടക്കും. അടിവേറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കിടക്കണം കേട്ടോ. മകരാസനം.
കൈപ്പത്തി എടുത്ത് വെക്കുക. എടുത്ത കൈപ്പത്തിന്റെ മുകളിൽ വലത്ത കൈപ്പത്തി തല സൈഡിലേക്ക് ചേർച്ച് വെക്കുക. അങ്ങനെ അടച്ചു വെക്കുക. തല സൈഡ് മാറ്റി വെക്കുക. കൈപ്പത്തി അവിടെ മാറ്റി വെക്കുക. അടിവാരന്റെ ഭാഗത്ത് ശ്വാസം ശ്രദ്ധിച്ച് കിടക്കണം. റെസ്റ്റ് ചെയ്യുക. മകരാസനം മതി. കാലടിച്ച് കൈ ശ്വാസം കുത്തുക. കൈ കുത്തി പിന്നിലേക്ക് ഇരിക്കണം. നെറ്റി നിലത്ത് മുട്ടിക്കുക. ശാസാസനം. കാലിന്റെ കുറ്റി ഇരിക്കണം. പതുക്കെ അടിച്ചു നിൽക്കുക. കാലടിപ്പിച്ച് വയ്ക്കുക. കൈ മുമ്പിലേക്ക് പിടിക്കുക. 1 പിന്നിലേക്ക് തിരിയുക. 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. കാലിന്റെ കുറ്റിബന്ധികളാണ് കഞ്ഞി ബന്ധിക്കുക. 1 ബാലൻസ് ചെയ്ത് വെക്കുക. 2 3 4 5 6 7 8. നമുക്ക് പാദാസാസനം. കാലടിച്ച് വയ്ക്കുക. 1 കൈ മുകളിലേക്ക് ബന്ധിക്കുക. 2 നിലത്ത് തൊടുക. നെറ്റ് കാലത്ത് മുട്ടിയാണ്. 3 കൈ ബന്ധിക്കുക. 4 1 കൈ മുകളിലേക്ക് ബന്ധിക്കുക. 2 3 4 1 2 3 4. കയ്യേക്ക് വെക്കുക. അരഭാഗം പിടിക്കുന്നതാണ് പിന്നിരിക്കുന്ന നോക്കാം. 1 2 അരഭാഗം പിടിക്കുന്നതാണോ പിന്നിരിക്കുന്ന നോക്കാം. 3 4 5 6 7 8. ഒന്ന് ഇരിക്കുക. 1 2 3 4 5 6 7 8. റെസ്റ്റ്. നിങ്ങൾക്ക് സംഭവം വേണ്ടി കൈമേൽ ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. ഇനി നമ്മള് കപാലകശി ചെയ്യാം. പ്രാണായാമം. മൂക്കിവിടെ ശ്വാസന പുറത്തേക്ക് വിടും. ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക് വരും. അത് കഴിഞ്ഞ് പിന്നെ കിടക്കണം. കിടന്ന് കഴിഞ്ഞ് നമ്മള് ഒരു യോഗ നിദ്രയിലേക്ക് പോകണം. യോഗ നിദ്ര. അപ്പൊ നമ്മളിപ്പോ കണ്ണടച്ച് കഴിഞ്ഞാൽ അവസാനം കണ്ണ് തുറക്കാൻ പാടില്ല. കൈമേലടച്ച് വയ്ക്കുക. നിവർന്നിരിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 അവിടെ കിടക്കുക. കിടക്കണം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1. കാല് തളർത്തില്ല. കൈ തളർത്തില്ല. ശരീരം തളർത്തില്ല. ഇതിനുള്ള യോഗ നിദ്രയിലേക്ക് പോവുക. ആൽഫ സ്റ്റേജിലേക്ക് പോവുക. കാലിന്റെ തള്ളവെല്ല് ശ്രദ്ധിക്കുക. തള്ളവെല്ല് തളർത്തുക. കാലിന്റെ മറ്റെല്ലാ വെല്ലുകളും ശ്രദ്ധിക്കുക. കാലിന്റെ എല്ലാ വെല്ലുകളും തളർത്തുക. കാലിന്റെ പാദം ശ്രദ്ധിക്കുക. പാദത്തിന്റെ അടിഭാഗം തളർത്തുക. പാദത്തിന്റെ മുകൾ ഭാഗം തളർത്തുക. കാലിന്റെ ഉപ്പിച്ചിയുടെ ഭാഗം ശ്രദ്ധിക്കുക. കാലിന്റെ ഉപ്പിച്ചിയുടെ ഭാഗം തളർത്തണം. ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുക. കാലിന്റെ അങ്കിളുടെ ഭാഗം തളർത്തുക. കാലിന്റെ കാപ്പസിൽ തളർത്തണം. കാലിന്റെ മുട്ടുകൾ തളർത്തുക. കാലിന്റെ തൊടയുടെ മനസ്സിൽ തളർത്തുക. അരഭാഗത്തെ പേശികൾ തളർത്തുക. വയറ്റിലെ പേശികൾ തളർത്തണം. പുറം ഭാഗം തളർത്തുക. നട്ടലിന്റെ ഭാഗം തളർത്തുക.
ചെസ്റ്റിന്റെ ഭാഗം തളർത്തുക, ഷോൾഡറിന്റെ ഭാഗം തളർത്തുക, കൈയിന്റെ മോൾ ഭാഗം തളർത്തുക, കൈയിന്റെ മുട്ടുകൾ തളർത്തുക, കൈത്തണ്ട തളർത്തുക, കൈയിന്റെ റിസ്റ്റ് തളർത്തുക, കൈയിന്റെ വിരലുകൾ തളർത്തുക. ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുക. കൈകള് തളർന്നെടുക്കട്ടെ. കഴുത്തിലെ പേശികൾ തളർത്തുക, കഴുത്തിന്റെ മുൻഭാഗം തളർത്തുക, കഴുത്തിന്റെ പിൻഭാഗം തളർത്തുക, തലയുടെ പിൻഭാഗം തളർത്തുക, തലയുടെ മോൾ ഭാഗം തളർത്തുക, നെറ്റിയുടെ ഭാഗം തളർത്തുക, കണ്ണിന്റെ പിരികം തളർത്തുക, കൺപോള തളർത്തുക, കണ്ണിലെ കൃഷ്ണമണി തളർത്തുക, മുഖത്തെ പേശികൾ തളർത്തണം, കവിളുകൾ തളർത്തുക, ചെവിയുടെ ഭാഗം തളർത്തുക, മൂക്കിന്റെ ഭാഗം തളർത്തുക, ചുണ്ടുകൾ ശ്രദ്ധിക്കുക, മേൽചുണ്ട് തളർത്തുക, കീഴ്ചുണ്ട് തളർത്തുക, താടി തളർത്തുക. പല്ലുകൾ തളർത്തുക, നാവ് തളർത്തുക, അനസിന്റെ ഭാഗം തളർത്തുക, ജനറ്റികോർഗന്റെ ഭാഗം തളർത്തുക, വയറ്റിന്റെ ഉള്ളില് അടിഭാഗത്ത് കിഡ്നിയുടെ ഭാഗം തളർത്തുക, വയറിന്റെ ഉള്ളിലെ ഭാഗത്ത് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഭാഗം തളർത്തുക, ലിവറിന്റെ ഭാഗം തളർത്തുക, ശ്വാസകോശങ്ങളുടെ ഭാഗം തളർത്തുക, ഡയഫ്രത്തിന്റെ ഭാഗം തളർത്തുക, നീ ഹൃദയത്തിന്റെ ഭാഗം. ഓരോ ഭാഗങ്ങളും ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുക. കഴുത്തില് ശ്രദ്ധിക്കുക, കഴുത്തില് തൈറോയ്ഡ് ഗ്രന്ഥി തളർത്തുക, കഴുത്തിന്റെ പിന്നില് പാരാതൈറോയ്ഡ് ഗ്രന്ഥി തളർത്തുക. ഈ ബ്രെയിനിന്റെ ഭാഗം, തലച്ചോറിന്റെ ഭാഗം, പൈനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒക്കെ അവിടെയാ. ആ ഭാഗം തളർത്തുക. അപ്പൊ പൂർണ്ണ വിശ്രമത്തിലാണ് നമ്മളിപ്പോ. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും നമ്മൾ വിശ്രമം കൊടുക്കും. ഇനി നമ്മളൊരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷനിലേക്ക് പോവാ. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളൊരു കുളത്തിന്റെ അടുത്ത് പോവാ, താമരക്കുളം. താമരക്കുളത്തിന്റെ അടുത്തേക്ക് പോവാ നമ്മൾ. താമരക്കുളത്തില് താമരയുടെ മുട്ടൊക്കെ ഉണ്ട്, പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ താമരയുടെ അടിഭാഗം നമുക്ക് കാണാം, ചേറിന്റെ ഉള്ളിലാ. ചേറിന്റെ ഉള്ളില് ഉണ്ടായി നിൽക്കുക. കുറച്ചപ്പുറത്ത് ആൾക്കാർ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമുണ്ട്, അവിടെ ചേരണ്ട. ചേരല് നമുക്ക് അടിത്തട്ട് കാണാം, വെള്ളത്തിന്റെ അടിത്തട്ട് കാണാം. അതില് മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. മത്സ്യങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മത്സ്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അറ്റത്ത് ഒരു അരയന്നങ്ങള്, രണ്ടരയന്നങ്ങള്, വെളുത്ത അരയന്നങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കും. രണ്ടരയന്നങ്ങൾ നീന്തി തുടിക്കും. നമ്മള് ചെറിയൊരു കല്ലെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പൊ അത് തിരമാല മാതിരി ഇങ്ങനെ വട്ടം വട്ടം വലിയ വട്ടം വലിയ വട്ടമായിട്ട് അവസാനിച്ചു. ഒരു കല്ലുമണി ആ വെള്ളത്തിലേക്ക് ഇട്ടു. ആ വട്ടം അങ്ങനെ വലുതായി 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 അങ്ങനെ അവസാനിച്ചു. നമ്മളവിടെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക. ആ താമരപ്പൊയ്കയില് പൂക്കളൊക്കെ നോക്കി നമ്മളങ്ങനെ ഇരിക്കുക. മത്സ്യങ്ങൾ പോണ കാണാം, മത്സ്യങ്ങളെ വെള്ളത്തിന്റെ ഉള്ളില്. വെള്ളത്തിന്റെ അടിത്തട്ട് കാണാം, ക്ലീൻ ആയിട്ട് അനങ്ങാണ്ട് കിടക്കുക വെള്ളം, തെളിഞ്ഞ വെള്ളം. നമ്മൾ പതുക്കെ അവിടെ നിന്ന് എനിക്ക് നടന്നു ഒരു പൂന്തോട്ടത്തേക്കൂടെ നടന്നു. പൂന്തോട്ടത്തില് പല വർണ്ണങ്ങളിലുള്ള പൂക്കളുണ്ട്. മഞ്ഞ കൊളാമ്പിയുണ്ട്, ചുമപ്പ് ചെമ്പരത്തി, അതുപോലെ ചെറ്റിയുടെ പൂവ്, ചുമപ്പ് ചെറ്റി, മഞ്ഞ ചെറ്റി, റോസ്, പല കളറുകളുള്ള റോസുകൾ കാണാം. വെള്ള റോസ്, ഓറഞ്ച്, പല കളറിലുള്ള റോസിന്റെ പൂക്കള്. തൊട്ടപ്പുറത്ത് വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്, വാഴയുടെ കുഴപ്പൻ. അവിടെ ചിത്രശലഭങ്ങൾ തേൻ കുടിക്കാൻ വന്നിട്ട് ആ പൂക്കളുടെ മണം നമുക്ക് ആസ്വദിക്കാം. അതുപോലെ ചെമ്പകത്തിന്റെ പൂവുണ്ട്, ചെമ്പകത്തിന്റെ മണം നമുക്ക് ആസ്വദിക്കാം. നമ്മളൊരു ബെഞ്ചുമാങ്ങി പൊതുടത്തൊരു ബെഞ്ചുമാങ്ങി നല്ല മണം, ഇലയുടെ മണം, ചെമ്പകത്തിന്റെ മണം ഇത് നമുക്ക് ആസ്വദിക്കാം. പല വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് ഉള്ളത്.
നമ്മള് ആ വാഴയുടെ കുടപ്പനീന്ന് ഒരു ഇത് തേന്റെ രുചി നമുക്കറിയാം. മധുരം തേന്റെ രുചി നമുക്കറിയാം. ചിത്രശലഭങ്ങളൊക്കെ അപ്പൊ പറന്നുപോയി. ഈ പതുക്കെ നമ്മള് നടന്ന് പതുക്കെ നമ്മുടെ വീട്ടിലേക്ക് പോവാ. നമ്മുടെ വീടിന്റെ മത്ത് കസാരയിട്ടിരിക്കാൻ പോവാ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഗേറ്റിന്റെ അവിടെ ഒരു കാക്കിരുന്ന് കറിയുണ്ട്. കാ 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 ഗേറ്റിന്റെ മുകളിൽ കാക്കിരുന്ന് കറിയുണ്ട്. നമ്മളവിടെ അടുത്ത് ചെന്നപ്പോഴേക്കും അത് പറന്നു പോയി. നമ്മള് ഗേറ്റ് തുറന്ന് വീട്ടില് ആ പോർട്ടിക്കോയില് കസാര ഇട്ടിരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മൾ നല്ല രണ്ട് കാര്യങ്ങൾ വിചാരിക്കുക. വേണം എന്ന് വിചാരിക്കുക. എനിക്കത് വേണം, ഞാനത് നേടിയെടുക്കും. ദൈവത്തിന്റെ സഹായം കൊണ്ട്, മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ പറ്റും. ഞാനത് നേടിയെടുക്കും. വിചാരിച്ച കാര്യം നടന്നതായിട്ട് മനസ്സിൽ കാണുക. വിചാരിച്ച കാര്യം നടന്നു. ആ സന്തോഷത്തില് കിടക്കും. നമ്മള് നേരത്തെ പൂക്കൾ കണ്ടു, അതുപോലെ കുളത്തില് അരണ്യങ്ങള് കണ്ടു. അതേപോലെ നമ്മൾ ആ സ്വപ്നം കണ്ട കാര്യം നടന്നതായിട്ട് മനസ്സിൽ കാണും. ഇത് ആ സന്തോഷത്തില് നമ്മൾ ആ താമരപ്പുഴയില് അരണ്യങ്ങളെ കണ്ടു, മത്സ്യങ്ങളെ കണ്ടു. അതേപോലെ ഇന്ന് നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണാം, മനസ്സിൽ കാണും. ആ സ്വപ്നം നടന്നു കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയണം, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയണം. ഇനി വീണ്ടും നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് തന്നെ പോകാൻ പോവാം. നമ്മൾ പല കിടന്നിരുന്ന സ്ഥലത്ത് നമ്മുടെ ഹൃദയമെടുപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. തിരിച്ചു വന്നു നമ്മുടെ ഹൃദയമെടുപ്പ് ശ്രദ്ധിച്ചു. ശ്വാസം ശ്രദ്ധിക്കണം. ശരീരം ശ്രദ്ധിക്കുക. കയ്യങ്ങൾക്ക് ബലമുണ്ടോ നോക്കുക. കയ്യനക്കാൻ പറ്റുന്ന നോക്കുക. കയ്യനക്കുക, അടുപ്പിച്ച് വയ്ക്കുക. കാലനക്കുക, കാലടിച്ച്. കൈ തലയുടെ പിന്നിലേക്ക് വയ്ക്കുക. കൈ പിന്നിലേക്ക് തള്ളുക, കാലടിപ്പിച്ച് തള്ളുക. സ്ട്രെച്ച് വലിക്കുക. സ്ട്രെച്ച് വലിക്കുക. സ്ട്രെച്ച്. കൈ മുമ്പിലേക്ക് തന്നെ വയ്ക്കുക. വലത്തോട്ട് ചെരിഞ്ഞ് കൈ തലയുടെ അടിയിലേക്ക്, കൈ തലയുടെ അടിയിലേക്ക് ഒന്ന് അടച്ചവർക്ക് എടുക്കുക. നമ്മുടെ മനസ്സ് ശാന്തമാണ്. പതുക്കെ കൈകുത്തി എനിക്കിരിക്കും. കൈമലർത്തി വയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹീലിംഗ് പ്രയറാണ്. കൈമലർത്തി റിസീവിംഗ് മോഡിൽ വെച്ചാൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you.
I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. I am sorry, please forgive me. I love you. Thank you. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകള്, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങള്, ഇതെല്ലാം നമ്മളെ വിട്ടുപോവുക. നമ്മളിൽ നിന്ന് അകന്നു പോവാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകള്, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങള് എല്ലാം പുറത്തേക്ക് പോവുക. നമ്മളിൽ നിന്ന് അകന്ന് ഇല്ലാണ്ടാവുക. അങ്ങനെ വിചാരിക്കണം നമ്മൾ. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പുറത്തേക്ക് പോയപ്പോ അവിടെ ഒരു സ്ഥലം വേക്കന്റ് ആയി, ശൂന്യത, ബ്ലാങ്ക് സ്പേസ് വന്നു. ആ ബ്ലാങ്ക് സ്പേസിലേക്ക് പ്രകൃതിയിൽ നടന്നു നിൽക്കുന്ന ലവ് എനർജി വന്നെന്ന് അറിയാം. പോസിറ്റീവായിട്ടുള്ള ചിന്തകള്, പോസിറ്റീവായിട്ടുള്ള വികാരങ്ങള്, പോസിറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നമ്മളെ തേടി വരിക. പണം, മറ്റുള്ള നല്ല സുഖ സൗകര്യങ്ങളൊക്കെ നമ്മളെ തേടി വരിക. ലവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം പൊതിഞ്ഞു മൂടപ്പെട്ടിരിക്കുകയാണ്. ലവ് എനർജിയുടെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് പോകും. ആ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു എനർജി നമുക്ക് കിട്ടുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അതിന്റെ ഒപ്പം പുറത്തേക്ക് പോവുക. നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യാം. നട്ടലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. 1, ശ്വാസം എടുക്കുക. ഐ ആം നോട്ട് ദി ബോഡി. ഐ ആം നോട്ട് ദി മൈൻഡ്. ഐ ആം എ ഡിവൈൻ ലൈറ്റ്. 2, 3, 4, 5, 6, 7, 8. നിശബ്ദമായിട്ടിരിക്കുക. കാംനെസ് ഈസ് റിയാലിറ്റി. നമ്മൾ ഒരു ദിവസത്തിലേക്ക് കണി കണ്ടുകൊണ്ടിരാൻ പോവുക. കൈകളൊന്നും നമസ്കാരം മുദ്രയിൽ പിടിക്കുക. നന്ദി പറയണം. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയണം. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയണം.
ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാനും പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം ഇട്ട് നെറ്റി നിലത്ത് മുടിക്കുക, ഭൂമിയിലേക്ക് നന്ദി പറയണം, ഭൂമിദേവന നമസ്കരിക്കുക. ശ്വാസം എടുത്ത് നേർന്ന് വരിക, കൈ കൂട്ടിത്തിരുമ്പ, നന്നായി റബ്ബ് ചെയ്യുക, കണ്ണിന്റെ മുകളിൽ വയ്ക്കുക, കൈ മുഖത്തെല്ലാം ഒട്ടുക മത്ത, നെറ്റി, കണ്ണിന്റെ പിരികം, കവിള്, ചെവിയുടെ അടിയില്, ചെവിയുടെ പിന്നില്, തലയിലേക്ക് ഒന്ന് പിടിച്ചമർത്ത, തലയോട്ടിലേക്ക് പിടിച്ചമർത്ത, മുഖത്തൊരു പ്രാവശ്യം തലയുടെ കഴുത്തിന്റെ പിന്നില്, കഴുത്തിന്റെ മുമ്പിൽ, ശരീരത്തിലെ ആ ചൂട് പകരും. കൈ ഒന്നുകൂടി കൊണ്ടിട്ടുണ്ട് എന്റെ മുകളിലേക്ക് തുറക്കുക. കയ്യിന്റെ പേരിൽ പിടിച്ച് നോക്കിക്കണ്ട് നോക്കാം. എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ നമസ്തേ നമസ്തേ. ഇന്ന് ഇത്തിരി വൈകി, നാളെ തൊട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇത്തിരി വൈകി തിരിക്കാം നമുക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇന്ന് കുറച്ച് വൈകിട്ടാ, നാളെ തൊട്ട് ശ്രദ്ധിക്കാതെ. താങ്ക് യു. താങ്ക് യു.